അന്യമതക്കാരിയാണ്. അന്യമതക്കാരിയാവുന്ന അമ്മയെ കാണാൻ വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായ വിവാദം ഉണ്ടാക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ തലയിലേക്ക് ഇടണ്ട. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ വാർത്തകൾക്കപ്പുറം, ഒരു പക്ഷത്തുള്ള ചില ചാനലുകളിൽ വരുന്ന വാർത്തകൾക്കപ്പുറം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമല്ലെന്ന് മനസ്സിലാക്കണം. മതവിരുദ്ധമായ കാര്യങ്ങളിൽ നമ്മെ മാതാപിതാക്കൾ മതവിരുദ്ധമായ കാര്യങ്ങളിൽ പ്രേരിപ്പിക്കാത്ത കാലത്തോളം അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇതാണ് സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറയുന്നത്. മതവിരുദ്ധമായ വിഷയങ്ങളിൽ പ്രേരിപ്പിച്ചാലോ അത് ചിന്താശേഷിയുള്ള ഒരു വിശ്വാസിക്കും ആര് പ്രേരിപ്പിച്ചാലും അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇന്ന് കേരളത്തിൽ അങ്ങനെ ഒരു വിവാദവും ചർച്ച നടക്കുന്നുണ്ട്. ഇസ്ലാം ആയതുകൊണ്ട് മരണപ്പെട്ട അമ്മയെ കാണാൻ വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി വിടാതിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയില്ല. ഈ പെൺകുട്ടിക്ക് തന്നെയും കാണാൻ വരാൻ മോഹം ഉണ്ടായിരുന്നോ എന്നുള്ളതും എനിക്കറിയില്ല. ആർക്കും വല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്ന് യാത്ര ചെയ്യാൻ, അതും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എങ്ങാനും ഈ ആരോപിക്കപ്പെടുന്നത് പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ തലയിൽ കെട്ടരുതെന്ന് മാത്രം പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം വാപ്പയും ഉമ്മയും അന്യമതക്കാരാണെങ്കിൽ പോലും അവരോട് ഭൗതികമായ വിഷയങ്ങളിൽ, എന്നുവെച്ചാൽ മതപരമായ വിഷയങ്ങളിൽ അവരോട് സഹകരിക്കാൻ മുസ്ലിമിന് പറ്റൂല. അവരാരാധിക്കുന്ന ഏതെങ്കിലും പ്രതിഷ്ഠകളെയോ ദൈവങ്ങളെയോ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ വിശ്വാസിക്ക് അതിന് ചെയ്തെടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അവർക്ക് അന്നം കൊടുക്കുന്നതിൽ, അവരെ ചികിത്സിക്കുന്നതിൽ, അവരുമായി ഇടപെടുന്നതിൽ, അവരെ സ്നേഹിക്കുന്നതിൽ, അവരെ കാണുന്നതിൽ ഒരു വിലക്കില്ല. അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് മതം പറയുന്നത്. അപ്പൊ മാതാവിനെ ഏറ്റവും വലിയ പരിഗണന നൽകേണ്ടവരായി മതം പറഞ്ഞു.